ഇപ്പോൾ ഇൻസൈറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് 12ാമത്തെ സെഷനാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എത്തിയ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോണൻസിനെ പറ്റിയാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് വ്യക്തമാവും. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ ആലോചിച്ച് വന്നപ്പോൾ ഒരു പഴയ പാട്ട് എൻ്റെ മനസ്സിൽ വന്നു. അത് ഇതാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ പാട്ടാണ്. കമുകറ പുരുഷോത്തമൻ പാടിയിട്ട് തിരുനോയനാർ കുറിച്ച് എന്ന് പറയുന്ന ആള് ലിറിക്സ് എഴുതി, ബ്രദർ ലക്ഷ്മണൻ ആണെന്ന് തോന്നുന്നു അതിൻ്റെ സംഗീതം. ഭക്തകുചേല എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊരു പാട്ടാണ്. ഇത് പണ്ടത്തെ ഒരു വലിയൊരു പാട്ടായിരുന്നത്. അതൊരു പാട്ടെന്നുപരി അതൊരു തത്വചിന്ത എന്ന രീതിയിൽ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് അത് പതിപ്പിച്ചിട്ടുണ്ട്, മലയാളികളുടെ മനസ്സിലേക്ക്. അതായത് ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതം ഈ ഉലകിൽ എന്ന് പറയുന്നൊരു പാട്ടാണ്. ഇഹപര സുഹൃതം ഏകിടുമാർക്കും ഇത് സംസാര വിമോചന മാർഗം എന്നാണ്. അതായത് ഈശ്വര ചിന്ത ഒന്ന് മാത്രമേ ഉള്ളൂ മാർഗം, വിമോചന മാർഗം. വേറെ മനുഷ്യന് ഓപ്ഷൻ ഒന്നുമില്ല എന്നാ പറയുന്നത്. മനുഷ്യന് ഇതല്ലാതെ വേറെ ശാശ്വതമായിട്ടൊന്നും ഈ ഉലകിലില്ല എന്നാ പറയുന്നത്. അതിനകത്ത് അതിൻ്റെ അടുത്ത ഒരു അനുപല്ലവി വരുന്നത്, കണ്ണിൽ കാണുന്നത് കളിയായി മറയും, കാണാത്തത് നാം എങ്ങനെ അറിയും എന്നാണ്. കണ്ണിൽ കാണുന്നത് കളിയായിട്ട് മറയും, കാണാത്തത് നാം എങ്ങനെ അറിയും എന്നാണ്. ഒന്നിനും ഇല്ലൊരു നിശ്ചയമാർക്കും എന്നൊക്കെയാണ് അതിനകത്ത് പിന്നെ ബാക്കി വരുന്നത്. അതുപോലെ തന്നെ ഒന്ന് നിനയ്ക്കും മറ്റൊന്നാകും, വന്യതുമായ നാടകരംഗം, അങ്ങനെ അങ്ങ് പോവുകയാണ് തത്വചിന്തയായിട്ട്. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു ഓപ്ഷൻ ഈശ്വരചിന്ത മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ പുരാതന ഭാരതീയ ദർശനങ്ങൾ അനുസരിച്ച് അതായത് ഈ വേദങ്ങൾ ഇന്ത്യയിൽ കടന്നു വരുന്നതിന് മുമ്പ്, പ്രീ ബ്രാഹ്മണിക്, അതായത് ബ്രാഹ്മണർ വരുന്നതിന് മുമ്പുള്ള ദർശനങ്ങൾ എന്ന് പറയുന്നത്, ഹൈന്ദവ ദർശനങ്ങൾ എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ശ്രമണ പാരമ്പര്യമാണ്. ശ്രമണ സംസ്കാരത്തിനകത്ത് കുറേയേറെ ദർശനങ്ങളുണ്ട്. അതായത് അതിനകത്ത് ജൈനമുണ്ട്, ബൗദ്ധമുണ്ട്, ചാർവാകമുണ്ട്, പിന്നെ സാഖ്യമുണ്ട്, യോഗമുണ്ട്, ന്യായ വൈശേഷികങ്ങൾ, അങ്ങനെ കുറേയേറെ ദർശനങ്ങളുണ്ട്. അജീവകമുണ്ട്. ഇതൊന്നും തന്നെ ഏതെങ്കിലും ഒരു ദൈവം മുകളിലിരുന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും തരുന്നു എന്നുള്ള വിശ്വാസം വെച്ചിരുന്ന ദർശനങ്ങളേ അല്ല. ഇവയൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ അസ്വസ്ഥത അല്ലെങ്കിൽ സംസാര ദുഃഖം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഓരോരോ ദർശനങ്ങൾ അവരുടേതായ രീതിയിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവരാരും ഇങ്ങനെ ഒരു ദൈവം പുറത്തിരുന്ന് അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് അതീതമായിരുന്നുകൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് കാര്യങ്ങൾ എന്ന് വിശ്വസിച്ച ദർശനങ്ങളെ അല്ലതൊന്നും. വേദങ്ങൾ അല്ലെങ്കിൽ മീമാംസ വരുമ്പോൾ, ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഒരു ചിന്ത ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ ദൈവങ്ങളെ പ്രപഞ്ചത്തിന് മുകളിൽ ഇരിപ്പുണ്ടെന്നും അവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അവിടുന്ന് അനുഗ്രഹം കിട്ടുമെന്നും അനുഗ്രഹം കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്നും ഉള്ള ഒരു ഫിലോസഫി ഇന്ത്യയിൽ വരുന്നത് പിന്നീടാണ്, ഈ വേദങ്ങൾ വരുന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ടാണ് ആസ്തികമെന്നും നാസ്തികമെന്നും രണ്ട് ധാര തന്നെ ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം തന്നെ നാസ്തികമാണ്. ആസ്തികം എന്ന് പറയുന്നത് വേദങ്ങളുടെ പ്രാമാണികത അല്ലെങ്കിൽ വേദങ്ങളെ അല്ലെങ്കിൽ ദൈവങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചു പോകുന്നതിനാണ് ആസ്തികം എന്ന് പറയുന്നത്. അപ്പൊ ഈ നാസ്തികത്തിനകത്ത് തന്നെ മറ്റൊരു ഏരിയയാണ് സ്വാസ്തികം എന്ന് പറയുന്നത്. അതായത് ദൈവത്തെ എന്തായാലും ആശ്രയിക്കുന്നില്ല, പക്ഷെ സ്വന്തത്തെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ തന്നെ ആശ്രയിക്കുന്നു, സ്വാസ്തികം. ആ സ്വാസ്തികമാണ് ഈ ബൗദ്ധം. അത് നാസ്തികത്തിനകത്ത് തന്നെ വരുന്ന ഒരു സബ് കാറ്റഗറിയാണ് സ്വാസ്തികം, നമ്മളെ തന്നെ സ്വയം ആശ്രയിക്കുക. അപ്പൊ അതിന് നമ്മളുടെ മനസ്സും ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കുക, എന്നിട്ട് മനസ്സ് എങ്ങനെയാണ് അസ്വസ്ഥമാകുന്നതെന്ന് പഠിക്കുക. അപ്പൊ അസ്വസ്ഥമാകാൻ കാരണമാക്കുന്ന സംഗതി എന്താണോ അതിനെ പരിഹരിക്കുക, എന്നിട്ട് മനസ്സിനെ സുഖമായിട്ട് കീപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് അവരുടെ ഒരു ആംഗിൾ തന്നെ, അവരുടെ അപ്രോച്ച് തന്നെ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണെങ്കിൽ സ്വസ്തിക എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. ഒരു
കുരിശ് പോലെ വന്ന് 4 കാലുകളുള്ള ഒരു രൂപമാണ് സ്വാസ്തികം. ആ സ്വാസ്തികം എന്ന വാക്കും ഈ സ്വസ്തികം തമ്മിലൊരു ബന്ധമുണ്ട്. പക്ഷെ ഇപ്പൊ വന്ന് സ്വസ്തികമൊക്കെ ഹിറ്റ്ലർ എടുത്തു, അത് വേറെ അർത്ഥവും എന്താ പറയാ ഫാസിസത്തിന്റെ ഒക്കെ സിമ്പിളായിട്ടൊക്കെ അത് മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനൊന്നും ആയിരുന്നില്ല അത് ആദ്യം. അതൊക്കെ പിന്നീട് വളരെയേറെ കാലത്തിന് ശേഷം അതൊക്കെ എടുത്തുകൊണ്ട് പോയ ഒരു ചരിത്രം വേറെ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതാണ്. ഇതിന്റെ ആ ഒരു സിമ്പിൾ തന്നെ സൂചിപ്പിക്കുന്നത് അതൊരു ഡൈനമിക് ആയിട്ടുള്ള, അതായത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയായിട്ടാണ്. അതായത് ഒരു എൽ പോലത്തെ ഒരു ഷേപ്പ് ഇങ്ങനെ നാല് സ്ഥലത്തേക്ക് ഉള്ള പോലെ, അതായത് ഇങ്ങനെ കറങ്ങുന്ന ഒരു ആകൃതിയിലാണ്. ഇതൊരു കണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ മൂല കണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്കറിയാം പരമാണുക്കൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ, നമ്മൾ ഇംഗ്ലീഷിൽ നമ്മുടെ മോഡേൺ സയൻസ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്, പരമാണു എന്ന് പറയും, കണങ്ങൾ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കലാപകണങ്ങൾ എന്ന് പറയും. നമ്മുടെ ഇന്ത്യൻ ദർശനം അനുസരിച്ച് അതിനെ കലാപകണങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ വസ്തുക്കളും, പ്രപഞ്ചത്തിലുള്ള എല്ലാം, അത് ചലിക്കുന്നതായാലും ചലിക്കാത്തതായാലും എല്ലാത്തിനെയും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കലാപകണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് ഇന്ത്യൻ അന്നത്തെ ദർശനത്തിന്റെ ഒരു അടിസ്ഥാനം. ഈ കണത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളതിനിപ്പോ ക്വാണ്ടം ഫിസിക്സിലാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പോൾ ഏറ്റവും മൂല പദാർത്ഥം, പക്ഷേ അത് ഒരേ സമയം പദാർത്ഥമായിട്ടും ഊർജമായിട്ടും കൂടിയാണ് അത് ഇരിക്കുന്നത്. ഒരേ സമയം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സമയത്തേക്ക് പദാർത്ഥമായിട്ടിരിക്കും, പിന്നീട് അത് ഊർജ്ജമായിട്ട് വിഘടിക്കും, പിന്നീടും അത് പദാർത്ഥമാകും, പിന്നീട് ഊർജ്ജമാകും. ഇങ്ങനെ ഊർജ്ജം പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം പദാർത്ഥം, അല്ല ദ്രവ്യം ഊർജ്ജം എന്നുള്ള രീതിയിൽ ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു സമയമുണ്ട്, ഒരു സെക്കൻഡ്. അപ്പൊ അര സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിന്റെ 1/2, അതായത് ഒരു സെക്കൻഡിന്റെ സമയത്തെ 2ആയിട്ട് ഭാഗിക്കുന്നതിൽ ഒരു ഭാഗം, അതായത് സെക്കൻഡിന്റെ പകുതി. അപ്പോൾ സെക്കൻഡിനെ നമ്മൾ 10ആയിട്ട് ഭാഗിക്കുകയാണെങ്കിൽ 10/1, ഒരു സെക്കൻഡിന്റെ 10/1 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സമയത്തെ നമ്മൾ 10ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു അംശമാണ് ഈ 10/1 സെക്കൻഡ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു സെക്കൻഡിനെ കോടാനുകോടിയായിട്ട്, അതായത് 10⁻13 അല്ലെങ്കിൽ 10ന്റെ പവർ 13, നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ 10⁻13, അല്ലെങ്കിൽ ഒന്നിൽ ഒരു സെക്കൻഡിനെ കോടാനുകോടിയായിട്ട് ഡിവൈഡ് ചെയ്താൽ 13 എന്ന് പറയുമ്പോൾ 13 0 വരും. ആ 13ൽ ഒരു കോടാനുകോടി, ഒരു സെക്കൻഡിന് കോടാനുകോടിയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും ചെറിയ സമയത്തിനുള്ളിലാണ് ഇത് ഓസിലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. 1/10⁻13. ആ ഒരു സമയത്തിനുള്ളിൽ ഇത് ഊർജ്ജമായിട്ടും പദാർത്ഥമായിട്ടും ഓസിലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി അത് എങ്ങനെയൊക്കെയുള്ള ഊർജത്തിന്റെ ഒരു രൂപമാണ്? ആ 4 ഊർജങ്ങളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് ഇതിനെ പറയുന്നത്. 4 ഊർജങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വെയിറ്റ് അല്ലെങ്കിൽ മാസ്, അതിനെ ഇവർ പണ്ടത്തെ പറയുന്നത് ഭൂമി അല്ലെങ്കിൽ ഭൂമി എലിമെന്റ് അല്ലെങ്കിൽ പൃഥ്വി എന്നൊക്കെ പറയുന്നത് സംസ്കൃതത്തിൽ പറയുന്നു. നമ്മൾ പറയുന്നത് ഭൂമി എലിമെന്റ്. രണ്ടാമത്തേത് ജല എലിമെന്റ്. പിന്നുള്ളതൊന്ന് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താപം അല്ലെങ്കിൽ അതിന്റെ ചൂടോ ഒരു തണുപ്പോ ഉണ്ടാവും. പിന്നുള്ളതൊന്ന് വായു. ആ വായു എലിമെന്റ് എന്ന് പറയുന്നത് ഇതിനെ മൂവ് ചെയ്യാനുള്ള, അതായത് ചലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈ ജലം എന്ന് പറയുന്ന എലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള, അതിന്റെ എന്താ പറയുക, ഒരു വസ്തു ചേർന്നിരിക്കുമോ വിഘടിച്ച് നിൽക്കുമോ എന്നുള്ളതിന്റെ ഒരു ഊർജമാണത്. അപ്പൊ അങ്ങനെ മാസ്, കൊഹസീവ്നെസ്, പിന്നെ ടെമ്പറേച്ചർ അതായത് താപം, പിന്നെ അതിന്റെ ചലനാത്മകത, ഇങ്ങനെ ഈ 4 ഊർജ സ്വഭാവങ്ങൾ കൂടിയാണ് ഒരു കലാപകണം സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതായത് ഏതൊരു വസ്തുവിനുമുള്ള 4 സ്വഭാവങ്ങളാണ് ഈ പറയുന്നത്. അതായത് ഏതൊരു വസ്തുവിനും മാസ് ഉണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ട്, അതിന് ചൂടോ തണുപ്പോ ഉണ്ടാവും, അതുപോലെ അതിനൊരു ചലനാത്മകത ഉണ്ടാവും. ചിലപ്പോൾ അത് നിശ്ചലമായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം വായു ഒക്കെ ആണെങ്കിൽ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോന്നിനും മൂവ് ചെയ്യുന്നതിന്റെ ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ അത് ചേർന്നിരിക്കുന്നതാണോ അത് വിഘടിച്ചു പോകുന്നതാണോ എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടാവും. ഈ 4 സ്വഭാവങ്ങളെ 4 ഊർജ്ജ രൂപങ്ങളായിട്ടാണ് കാണുന്നത്. ഇതിനാണ് ചതുർഭൂതങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചഭൂതം എന്ന് പറയുന്നത് പിന്നെ ചുമ്മാ ഉണ്ടാക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്ന സാധനം വെറുതെ കൂട്ടിയതാണ്. അതിനെ കളയുക, അതിനെ ഇഗ്നോർ ചെയ്യുക, അത് യാതൊരു പ്രസക്തിയില്ല. ശരിക്കും പറഞ്ഞാൽ 4 സ്വഭാവങ്ങൾ, 4 ഊർജ്ജങ്ങൾ മാത്രമാണ് ഊർജ്ജ സ്വഭാവങ്ങളുള്ളത്. ഈ 4 ഊർജ്ജ സ്വഭാവങ്ങൾ കൂടുമ്പോൾ അതാണ് ഒരു കണം ഉണ്ടാവുന്നത്.
ഒരു കലാപകണം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് ഈ കലാപകണത്തിന് ഏത് ഊർജത്തിന്റെ സ്വഭാവമാണോ ചിലപ്പോൾ മുന്നിട്ട് നിൽക്കും, കുറഞ്ഞു നിൽക്കും. അപ്പം ഒരു ഊർജ സ്വഭാവം കുറച്ച് കൂടുതലായി വരാം, മറ്റൊരു ഊർജ സ്വഭാവം കുറഞ്ഞു വരാം. അങ്ങനെ ഈ കലാപകണങ്ങൾ എപ്പോഴും ഫോം ചെയ്യും. അടുത്ത മൊമെന്റിൽ തന്നെ, അതായത് ആ ഒരു സെക്കൻഡിന്റെ ഒരു കോടാനുകോടിയിലുള്ള അടുത്ത നിമിഷത്തിൽ തന്നെ, അല്ലെങ്കിൽ അടുത്ത ആ ഒരു സമയത്തിൽ തന്നെ ഇത് ഊർജ്ജമായിട്ട് വിഘടിക്കും. ഈ പറയുന്ന 4 ഊർജ്ജമായിട്ട് വിഘടിക്കും. പിന്നീട് ഇത് അഗൈൻ ഈ ഊർജ്ജങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇത് പദാർത്ഥമാവും, പിന്നെയും വിഘടിക്കും. അപ്പൊ ഓരോ സമയത്ത് ഇതും കലാപകണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ കലാപകണമല്ല, ഒരു കലാപകണം നിലനിൽക്കുന്നത് ആ ഒരു സെക്കൻഡിന്റെ കോടാനുകോടിയിലുള്ള ഒരു സമയത്ത് മാത്രമാണ്. അതിനുശേഷം അപ്പൊ തന്നെ ഇത് അടുത്ത ഊർജ്ജങ്ങളായിട്ട് ഇത് വിഘടിക്കുക. എന്നിട്ട് ഈ കലാപകണത്തിന് മറ്റ് 4 ഗുണങ്ങൾ കൂടിയുണ്ട്. അപ്പൊ 4 ഊർജ്ജ രൂപങ്ങൾ കൂടി ഇത് ഉണ്ടായി. ഇനി ഇതിന് 4 ഗുണങ്ങൾ കൂടിയുണ്ട്. ഒരു വസ്തുവിനുള്ള മറ്റ് 4 ഗുണങ്ങൾ ഏതൊക്കെയാണ്? നിറം ഉണ്ടാവും, എന്തെങ്കിലും ഒരു നിറം ഉണ്ടാവും, ഒരു മണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു മണം ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഒരു രുചി ഉണ്ടാവും. നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ടേസ്റ്റ്, ചിലപ്പോൾ കത്തുന്ന ടേസ്റ്റ് ആയിരിക്കും, പൊള്ളുന്ന ടേസ്റ്റ് ആയിരിക്കും, ചവർപ്പായിരിക്കും, പുളിയായിരിക്കും, മധുരമായിരിക്കും, ഉപ്പായിരിക്കും, എരിവായിരിക്കും, എന്തുമാവാം. ഏതൊരു വസ്തുവിനും, ഒരു മണ്ണ് നമ്മൾ നാക്കിൽ തൊട്ടാൽ പോലും അതിനും എന്തെങ്കിലും ഒരു രസം ഉണ്ടാവും. പിന്നെ ഉള്ളത്, അത് ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്താൽ, എടുത്തു കഴിഞ്ഞാൽ അതിന് ഒന്നുകിൽ ചിലപ്പോൾ ഗുണാംശമായിരിക്കും, അല്ലെങ്കിൽ ദോഷാംശമായിരിക്കും, അല്ലെങ്കിൽ വിഷാംശമായിരിക്കാം. ഓജസ് എന്ന് പറയുന്നത്, അതായത് അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് വിഷാംശമാണോ അല്ലെങ്കിൽ മനുഷ്യരത്തിനെ പുഷ്ടിപ്പെടുത്തുന്ന ഗുണമാണോ എന്നുള്ളതാണ്. അങ്ങനെ നിറം, മണം, ഗുണം, രുചി, ഇങ്ങനെ ഈ 4 കാര്യങ്ങളും കൂടെ ആ ഒരു പദാർത്ഥത്തിന് ഉണ്ടാവും. അപ്പൊ 4 ഊർജ രൂപങ്ങൾ ചേരുകയും 4 ഗുണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിന് 8 സ്വഭാവങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഓരോ ഊർജത്തിനും അതിൻ്റെതായ ഒരു മുൻതൂക്കം ഉണ്ടെങ്കിൽ ആ കലാപകണത്തിന് ആ ഊർജത്തിന്റെ സ്വഭാവം അത് കാണിക്കും. വെയിറ്റ് കൂടുതൽ കാണിക്കും, അല്ലെങ്കിൽ കൊഹസീവ്നെസ് കൂടുതൽ കാണിക്കും, അല്ലെങ്കിൽ ചലനാത്മകത കൂടുതൽ കാണിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒരു സ്വഭാവം കൂടുതൽ കാണിക്കും. അപ്പൊ അങ്ങനെ ഓരോ കണത്തിനും സവിശേഷമായ ഒരു അസ്തിത്വമുണ്ട്. അത് അടുത്ത മൊമെന്റിൽ അത് മാറുകയും ചെയ്യും, പിന്നെ ഊർജ്ജമാവും, പിന്നെ പദാർത്ഥമാവും. അപ്പൊ നമ്മളോട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് വസ്തുക്കളെ അല്ലെങ്കിൽ ദ്രവ്യത്തിനെ ഊർജ്ജമാക്കാനും ഊർജ്ജത്തെ ദ്രവ്യമാക്കാനും പറ്റും. പക്ഷെ ഇതിന്റെ മൊത്തത്തിലുള്ള ആകെ തുക സെയിം ആയിരിക്കും. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ കലാപകണങ്ങൾ കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 8 കരം, അതായത് 4 ഊർജവും 4 സ്വഭാവവും ഉള്ളത് കൊണ്ട് അഷ്ടകലാപ, 8 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, അല്ലെങ്കിൽ 8 സ്വഭാവമുള്ള, അല്ലെങ്കിൽ 8 പ്രത്യേകതകളുള്ള ഒരു കലാപം തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അഷ്ടകലാപ എന്നാണ് പറയുന്നത്. ഈ അഷ്ടകലാപ എന്നുള്ള വാക്കിൽ നിന്നാണ് എത്ര മോഡേൺ സയൻസ് ആറ്റം എന്നുള്ള വാക്ക് എടുത്തിരിക്കുന്നതെന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കലാപകണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം മനസ്സിന്റെ അകത്തുള്ളതാണെങ്കിലും മസ്തിഷ്കത്തിലുള്ളതാണെങ്കിലും ശരീരത്തുള്ളതാണെങ്കിലും ഇതെല്ലാം ഒരു വലിയൊരു ഫോർമേഷനാണ്. ഈ കലാപകണങ്ങളുടെ ഒരു ഫോർമേഷനാണ് നമ്മളെന്ന് പറയുന്നത്. അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കലാപകണങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിൻ്റെതായ ഒരു സിഗ്നൽ, ഒരു ചാർജ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഊർജ്ജ സ്വഭാവത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ മൊത്തത്തോടു കൂടി, അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും ചില സ്പെസിഫിക് ഏരിയാസിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കും. ഇപ്പൊ നമ്മളുടെ ഓരോ ചിന്തകൾ എന്ന് പറയുന്നത് പോലും ഒരു ഇലക്ട്രിക് കറണ്ട് ആണ്, ഇലക്ട്രിക് പൾസ് ആണെന്നാണ് പറയുന്നത്. ന്യൂറോൺസിൽ കൂടെ പോകുന്ന ഇലക്ട്രിക് പൾസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ചിന്തകളുടെ സ്വഭാവം അനുസരിച്ച്, അത് കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് ശരീരത്തിന് മൊത്തത്തോടെ അപ്പൊ തന്നെ അതിൻ്റെതായ പ്രതിപ്രവർത്തനം സംഭവിക്കുകയാണ് അവിടെ. ഫിസിക്സിന്റെ ടേംസിൽ പറയുകയാണ്, അപ്പൊ തന്നെ അതിന്റെ ഒരു എഫക്റ്റ് വരികയാണ് അവിടെ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് തലയ്ക്കകത്തൂടെ ഏത് ചിന്ത പോയാലും ആ ശരീരത്തിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും എന്ന് പറയുന്നത്. നമുക്ക് ചിലത് വളരെ പ്രകടമായ, വളരെ ഗ്രോസ് ആയിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ വിഷമങ്ങളോ വേദനകളോ അത്രയും വലിയ വികാരങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മളൊന്ന് ശരീരത്തിൽ നമുക്കത് ഫീൽ ചെയ്യുന്ന ലെവലിൽ വരുന്നത്. കാരണം നമുക്ക് ശരീരത്തോടുള്ള, അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഫീലിങ്സിനെ പറ്റിയുള്ള ശ്രദ്ധ വളരെ കുറവാണ്. താരതമ്യേന ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ശ്രദ്ധ ഫുൾ ടൈം പുറത്തേക്കാണ്. അപ്പൊ എവിടെ ശ്രദ്ധിക്കുന്നു ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യത്തെ പറ്റി നമ്മൾ അറിയുന്നില്ല. അപ്പോ ശരീരത്ത്
ഈ സെൻസേഷൻസ് ഏതൊരു ചെറിയ ചിന്തയ്ക്കും, ഏത് തലക്കത്തോടെ പോകുന്ന ഏത് നല്ല ചിന്തയായാലും കൊള്ളാം, അത് ചീത്ത ചിന്തയായാലും കൊള്ളാം, ഏത് ചിന്തയ്ക്കനുസരിച്ചും ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സെൻസേഷൻസ്, ലൈഫ് ഉള്ളിടത്ത് എവിടെയാണെങ്കിലും ഒരു സെൻസേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ലൈഫ് ഉള്ള ഓരോ സ്ഥലത്തും ഓരോ സെൻസേഷൻ ഉണ്ട്, ഓൾറെഡി നടന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ആ സെൻസേഷനൊക്കെ അനുസരിച്ച് നമ്മളുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. നമ്മളറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളുടെ മനസ്സിന്റെ ഓരോരോ വശങ്ങള് അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മുടെ മൂഡ് മാറിപ്പോകുന്നത്. നമുക്കറിയത്തില്ല എന്തുകൊണ്ടാണ് നമ്മുടെ മൂഡ് മാറിയത്. പക്ഷെ നമുക്ക് മൊത്തത്തിലൊരു ഡൾനെസ് ഫീൽ ചെയ്യും ചില സമയത്ത്. അപ്പൊ എന്നാന്ന് പറഞ്ഞാൽ ആ ശരീരത്ത് ആ സമയത്തുള്ള വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനൊരു ഡള്ളായിട്ട് തോന്നുന്ന അസുഖകരമായ ഒരു വൈബ്രേഷൻ എവിടെയോ നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയോ പഴയ ചിന്തകളോ ബാക്ക് ഓഫ് ദി മൈൻഡിൽ നമ്മുടെ മനസ്സിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ചില ചിന്തകളുടെ ഫലമായിട്ട് ശരീരത്ത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് പഴയ ചില ഓർമ്മകളും ഉണ്ടാവാം, പഴയ ചില അനുഭവങ്ങളും ഉണ്ടാവാം, ഒക്കെ ആവാം. അപ്പൊ ഇങ്ങനെ മനസ്സും ശരീരവും എപ്പോഴും പ്രവർത്തന നിരതമായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് മനസ്സ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിന്റെ ആ റിയാക്ഷൻ അനുസരിച്ച് പിന്നെ ശരീരത്ത് അതിന്റെ ഇമ്പാക്റ്റുകൾ, എഫക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ശരീരത്തെ, മനസ്സിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇൻസൈറ്റ് ഉള്ളവർക്ക് കണ്ണിൽ കാണുന്നത് കളിയായി മറയും, കാണാത്തത് നാം എങ്ങനെ അറിയുമെന്ന് അവിടെ എഴുതി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കാണാത്തത് നമുക്ക് അറിയാൻ പറ്റും. അതിനാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഇൻസൈറ്റ് ഇല്ലാത്തവർക്കാണ് ഈ കാണാത്തതൊന്നും അറിയാൻ മേലാത്തത് കൊണ്ടാണ് ഈ ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നത്. കാര്യം അറിയത്തില്ല, എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയത്തില്ല. മനസ്സിനകത്ത് അസ്വസ്ഥത വന്നിട്ടുണ്ട്, അതിന് എങ്ങനെ സൊല്യൂഷൻ കാണണമെന്ന് അറിയത്തില്ല. പിന്നെ പറയുന്നത്, പിന്നെ അറിയാവുന്ന ഒരേ ഒരു മാർഗം, പുറത്ത് ഏതെങ്കിലും ഒരു ദൈവം ഉണ്ട് അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ടെന്ന് സങ്കല്പിക്കുക, അതിനെ വിളിക്കുക. അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ തത്വചിന്തയായിട്ട് നമ്മുടെ മുമ്പിൽ അടിച്ച് നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ മാതാപിതാക്കളും നമ്മുടെ ഗുരുജനങ്ങളും എല്ലാം ഇത് തന്നെയാണ് കേട്ടിരിക്കുന്നത്. ഇതൊരു ആപ്തവാക്യം പോലെയാണ് നമ്മൾ പാടി നടക്കുന്നത്. പക്ഷെ അവിടെയല്ല പ്രശ്നം. അസ്വസ്ഥത ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിലാണ്, അതിന്റെ പരിഹാരവും നമ്മുടെ ഉള്ളിലാണ്, അതിന്റെ കാരണം ഉള്ളിലാണ്. ആ കാരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. ഇത് ഇൻസൈറ്റ് ഉള്ളവർക്ക് കിട്ടത്തുള്ളൂ, ഉൾക്കാഴ്ച ഉള്ളവർക്ക് കിട്ടത്തുള്ളൂ. ആ ഉൾക്കാഴ്ച കിട്ടാനാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ശരീരത്തുള്ള 4 പ്രവർത്തനങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ശ്വാസം, ചിന്തകൾ, ശരീരത്തുണ്ടാകുന്ന സെൻസേഷൻസ്, അതിനോട് മനസ്സ് കാണിക്കുന്ന ഇറിറ്റേഷനോ ഇഷ്ടമോ ഇഷ്ടക്കേടോ, അതിനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 തരം പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് മനുഷ്യൻ. 5 പഞ്ച ഉപാദാന ഖണ്ഡങ്ങൾ എന്ന് പറയും. 5 കാര്യങ്ങളോടാണ് നമ്മൾ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്ന 5 കാര്യങ്ങളോടാണ് നമുക്ക് അറ്റാച്ച്മെന്റും തോന്നുന്നത്. ഈ 5 പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ 5 പ്രവർത്തന മണ്ഡലങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഒരു വ്യക്തി. അപ്പൊ ഈ 4 സതിപത്ഥാനാസിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ ഈ 5 ഉപാദാന ഖണ്ഡങ്ങളിൽ, അല്ലെങ്കിൽ പഞ്ച ഉപാദാന ഖണ്ഡം എന്ന് ബുദ്ധൻ പറയുന്ന 5 അഗ്രഗേറ്റ്സ്. അത് ഒന്ന് നമ്മുടെ ഫിസിക്കൽ ഭൗതിക ശരീരം, നമ്മുടെ ബോധം, പിന്നെ നമ്മളുടെ ഈ പറയുന്ന വിവേചന മനസ്സ്, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സ്, പിന്നെ അതിനോട് മനസ്സ് കാണിക്കുന്ന റിയാക്ഷൻ. ഈ 5 കാര്യങ്ങളാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒന്നിനകത്ത് ഞാനില്ല എന്ന് വ്യക്തമാകും. അതെല്ലാം സൈക്ലിക്കായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ സെൽഫ് എന്ന് പറയുന്ന തോന്നല് അതിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ആ ഒരു ഇല്യൂഷനിൽ നമ്മൾ പുറത്തു വരും. അതുപോലെ തന്നെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കുകയും അതിനെ നമ്മൾ സ്ഥിരമായി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ, നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ആ അറ്റാച്ച്മെന്റ് മുറിയുമ്പോൾ നമുക്ക് വേദനകളുണ്ടാവും, അസ്വസ്ഥതകളുണ്ടാവും. ഇങ്ങനെയാണ് ദുഃഖം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് മനസ്സിലാവും. അപ്പം മൊത്തത്തിലുള്ള ക്ലാരിറ്റി കിട്ടുന്നത് ഈ നമ്മളെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻസൈറ്റ്. അത് കിട്ടുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് പോകേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തിലൊരു കാര്യം അങ്ങനെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടന്നോട്ടെ. നമ്മൾ ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന എന്താണ്? പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. നിയമങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ 4-5 പ്രധാനപ്പെട്ട പ്രപഞ്ച നിയമങ്ങളുണ്ട്. അത് എല്ലാ വസ്തുക്കളെയും, ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ്. ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്, ലോ ഓഫ് ഇംപെർമനൻസ്, പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് മാസ്, അതുപോലെ റൈറ്റ് കണ്ടീഷൻസ്, റൈറ്റ് എഫക്റ്റ്, അതുപോലെ എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇങ്ങനെ കുറച്ച് നിയമങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത്.
ആ നിയമങ്ങളാണ് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്നത്. ഇനി അഥവാ എന്തെങ്കിലും ഒരു ദൈവം എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മുടെ സങ്കല്പത്തിന് വേണ്ടി വെറുതെ പറഞ്ഞാൽ പോലും ഈ നിയമം അനുസരിച്ചാണ് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാര്യം നത്തിങ് ക്യാൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് എനർജി, കാരണം നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ്, നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. ഫോം മാത്രം മാറ്റാനേ പറ്റത്തുള്ളൂ. ഒന്നുമില്ലായ്മ ഒന്നിനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്രിയേറ്റർ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ച് തന്നെ അത് പോസിബിൾ അല്ല. സൃഷ്ടാവ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാര്യം എന്തെങ്കിലും ഉള്ളതിനെ മാത്രം നമുക്ക്, അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത ശൂന്യതയിൽ നമുക്കൊന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. ശൂന്യത എന്ന് പറഞ്ഞാൽ ശൂന്യതയാണ്. അപ്പം ഒന്നും അങ്ങനത്തെ ചില സങ്കല്പങ്ങളുടെ പുറകെ പോയിട്ട് നടക്കുമോ നടക്കുകയില്ലയോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലയോ, എൻ്റെ വേദന കേൾക്കുന്നുണ്ടോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് കിടന്ന് കൺഫ്യൂസ് ആയിട്ട് പിന്നെ വരുന്നത് വെച്ച് തൃപ്തിപ്പെട്ട് അത് ദൈവം തന്നെങ്കിൽ തന്നു, അല്ലെങ്കിൽ ഇത് വിധിയെങ്കിൽ വിധി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ കാരണമുണ്ട്. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൽ ഫീലിങ്സ് വരുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചാൽ മതി. കൃത്യമാണ് നമ്മുടെ കയ്യിൽ, കാര്യങ്ങൾ ക്ലിയർ ആണ്, ക്ലാരിറ്റി ഉണ്ട്. ഈ ക്ലാരിറ്റി ഇല്ലാതെ, ഇൻസൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എവിടെയാണ് ഇതിന്റെ പ്രശ്നം, എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് അറിയാൻ മേലാതെ കിടന്ന് തപ്പിക്കളിക്കുന്നവർക്ക് മാത്രമാണ് ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ എന്നൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോ കലാപകണങ്ങൾ കൊണ്ടാണ് നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ കലാപകണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ സിഗ്നൽ തലേന്ന് പോകും തോറും അതിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു റിപ്പിൾ, ഒരു വേവ്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു എനർജി വേരിയേഷൻ ഉണ്ടാവുന്നത്. ആ എനർജി വേരിയേഷനാണ് നമുക്ക് ഫീലിംഗ് ആയിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പൊ നെഞ്ചിന്റെ അവിടെ ചില സമയത്ത് ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യുന്നു. അസ്വസ്ഥത വരുമ്പോ, ടെൻഷൻ വരുമ്പോ, ദുഃഖം വരുമ്പോ നെഞ്ചിന്റെ അകത്ത് ഇടിപ്പ് വരുന്നു, അല്ലെങ്കിൽ കൈകാൽ പെട്ടെന്ന് തരിക്കുന്നു, അല്ലെങ്കിൽ നെഞ്ചിന്റെ അകത്ത് പെട്ടെന്ന് ഭാരം തോന്നുന്നു, വലിയ ഒരു 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 കല്ലെടുത്ത് കയറ്റി വെച്ച പോലുള്ള വിഷമം വരുന്നു. ഇതൊക്കെ അവിടെ ആ സമയത്ത് അത്രയും എർത്ത് എലിമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഭൂമി എലിമെന്റ് അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്ന ആ ഒരു ഘടകമാണ് അവിടെ അത്രയും കലാപകണങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കത് ഫീലിംഗ് അങ്ങനെയായിട്ട് തോന്നുന്നത്. ഇങ്ങനെയാണ് ഓരോ ഫീലിംഗും നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അപ്പൊ നമ്മളിതിനെ സയന്റിഫിക് ആയിട്ട് നോക്കിയാലും ക്ലിയർ ആണ്, കറക്റ്റ് ആണ്. ക്വാണ്ടം ഫിസിക്സിനകത്ത് സബ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഇങ്ങനെ ഫുള്ളി വൈബ്രേറ്ററി കണ്ടീഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ തന്നെ അത് നമുക്കറിയാം. നമ്മളിപ്പോ കെമിസ്ട്രിക്കകത്ത് നീൽസ് ബോർ തിയറി ഒക്കെ പറയുന്നുണ്ട്. ആറ്റംസിന്റെ അകത്ത്, ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും സൈഡിൽ കൂടെ ഇലക്ട്രോൺസും ഒക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ്. ശരിക്കും പറഞ്ഞാൽ ചാർജ് ക്ലൗഡ്സ് ആയിട്ടാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മളുടെ പഴയ ഭാരതീയ ദർശനത്തിനകത്ത് അവർ അത്രയും ഉൾപ്പിലോട്ട് പോയിട്ടില്ലെങ്കിലും അവർക്ക് ഏറെക്കുറെ അതിന്റെ ക്യാരക്ടർ, അതിന്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ട്. ഒരു ഏറ്റവും ചെറിയ കണത്തിന്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. 4 ഊർജ്ജ സ്വഭാവവും 4 ഗുണങ്ങളും ചേർന്ന ഒരു സംഗതിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ എഫക്റ്റുകൾ അവർക്ക് ഏറെക്കുറെ അന്നും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധൻ അദ്ദേഹം ഒബ്സർവ് ചെയ്യുമ്പോൾ പറയുന്നത് ഫുൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വൈബ്രേറ്ററി കണ്ടീഷനിലാണെന്ന് പറയുന്നത്. സബ്ബേ പജ്ജലിതോ ലോകോ സബ്ബേ ലോകോ പകമ്പിതോ എന്നാ പറയുന്നത്. സർവ്വലോകവും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജ്വലനാത്മകമായ, അല്ലെങ്കിൽ ഒരു കമ്പഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കണത്തിനുള്ളിലും. സബ്ബേ ലോകോ പകമ്പിതോ, ദ ഹോൾ യൂണിവേഴ്സ്, മൊത്തം പ്രപഞ്ചം തന്നെ ഇങ്ങനെ പ്രകമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനിത്യത എന്ന് പറയുന്ന സംഗതി അല്ല, ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. അനിത്യത എന്ന് പറയുന്നതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ കോർ കൺസെപ്റ്റ്. അത് ഇതുകൊണ്ടാണ്. ഒരു കലാപകണം നിത്യമല്ല. അതിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിന്റെ കോടാനുകോടിയിലുള്ള ഒരു അംശം മാത്രമാണ് അതിന്റെ ആയുസ്, ഒരു സമയത്തുള്ള കലാപകണത്തിന്റെ ആയുസ്. പിന്നെ അടുത്ത നിമിഷം അത് ഊർജ്ജമായി മാറുന്നു, പിന്നീട് അത് കമ്പൈൻ ചെയ്ത് പിന്നെയും അടുത്ത മൊമെന്റിലെ മറ്റൊരു കലാപകണമായി മാറുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ശരീരത്ത് ഒരു ഫീലിംഗ് നിലനിൽക്കാത്തത്. അത് തന്നെ മാറുന്നു, തന്നെ ഫെയ്ഡായി പോകും. എല്ലാ സെൻസേഷനും വരുന്നത് ഒന്നും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല, മാറും. കാരണം നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എപ്പോഴും മാറുന്ന ഒരു കമ്പോണന്റ് കൊണ്ടാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവാണ് ഇൻസൈറ്റ്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതും ചോദിക്കാം. ഇതില് പറഞ്ഞില്ലേ ആസ്തിക ദർശനം, നാസ്തിക. അതിന് നാസ്തികത്തിൽ ശരിക്കും ബുദ്ധിസം, ചാർവാക, അതുപോലെ ജൈന, ഇത് മൂന്നല്ലേ? മറ്റേ ആസ്തികത്തിലല്ലേ നമ്മള് ഇപ്പം ചാർവാകമുണ്ട്, ജൈനമുണ്ട്, ബൗദ്ധമുണ്ട്, ബൗദ്ധം, പിന്നെ ഈ മൂന്നെണ്ണല്ലേ? സാഖ്യം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തില് ആസ്തികമായിരുന്നു, അല്ല സോറി നാസ്തികമാണ്. പിന്നെ കപിലന്റെ സാഖ്യശാസ്ത്രം, പിന്നെ യോഗയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ദൈവവിശ്വാസത്തിനൊന്നും ഇല്ല ശരിക്കും യഥാർത്ഥത്തിലുള്ള യോഗയിൽ. ഇതിനകത്തൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ പിന്നീട് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും യോഗ തന്നെ പ്രകൃതിയാല്ലേ? എന്തോ പിന്നീട് പ്രകൃതി അങ്ങനെയല്ലേ? സാഖ്യം എന്ന് പറയുന്നത് കപിലന്റെ കണ്ടെത്തലാണ്. അതിനകത്ത് ഇതുപോലെ തന്നെ പ്രകൃതി അതെ, അതിനകത്ത് തന്നെ ഈ ഇത് പറയുന്നതിൽ ഏറ്റവും പരമാണുക്കളെ പറ്റി അതിനകത്ത് കണാദൻ പറയുന്ന പോലുള്ള കാര്യങ്ങൾ അതിനകത്തും അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ ഈ നാസ്തികത്തിലല്ലേ? നാസ്തികത്തിലാണ്. അപ്പൊ നമ്മളെ തന്നെ ആശ്രയിക്കാൻ പറയുന്നത് കൊണ്ടാണ് നമ്മളോട് ഇത് സ്വാസ്തികം എന്ന് പറയുന്നത്. നീ നിന്നെ തന്നെ ആശ്രയിക്കുക. അപ്പം അതുകൊണ്ടാണ് ആ സ്വസ്തിക എന്ന് പറയുന്ന സിമ്പിൾ ആ ചെറിയൊരു കലാപകണത്തിന് കൊടുത്തിരിക്കുന്നത്. കാരണം അത് ഡൈനാമിക് ആണ്, 4 ഊർജ്ജ സ്വഭാവങ്ങൾ ചേരുന്നതുമാണ്, അതേസമയം മൂവിങ്ങുമാണ്, ചലിക്കുന്നതുമാണ്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. ആ 4 കാര്യങ്ങളാണ് അതിലേക്ക് എത്തുന്നത്. എന്നിട്ട് നടുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. 4 ഊർജ്ജങ്ങൾ കോമൺ ആയിട്ട് മീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് പിന്നീട് ചലിക്കുകയും പിന്നീട് 4 ഊർജ്ജങ്ങളാവുകയും ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് സ്വസ്തിക. അതുകൊണ്ടാണ് ഈ ബുദ്ധന്റെയൊക്കെ കയ്യേലൊക്കെ വരയ്ക്കുമ്പോഴൊക്കെ എല്ലായിടത്തും ആ ഒരു സ്വസ്തികയൊക്കെ പണ്ട് പലയിടത്തും ഉള്ളത്. പിന്നീട് അതിനെ മഹായാന എടുത്തുകൊണ്ട് പോവുകയും പിന്നീട് അത് സ്വസ്തിക ഒരു മഹായാനയുടെ സിമ്പലാക്കി അതിനെ കുത്തയാക്കി മാറ്റുകയും അത് പിന്നീട് ഈ വാക്ക് അരി എന്നുള്ള വാക്കുണ്ട്. അരി എന്നുള്ള വാക്ക് തന്നെ ഭിക്ഷുക്കൾക്ക് വേണ്ടി പറഞ്ഞിരുന്ന വാക്കാണ്, ശരിയായ ഭിക്ഷുക്കൾക്ക് വേണ്ടി പറഞ്ഞിരുന്ന വാക്കാണ്. അരിയ അഷ്ടാംഗിക മാർഗം, അരിയ അഷ്ടാംഗികോ മഗ്ഗോ എന്നാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നത്. ശ്രേഷ്ഠം. അതുപോലെ അരിയ സച്ച, 4 നോബിൾ ട്രൂത്ത്സിനെ അരിയ സച്ച എന്നാണ് പറഞ്ഞിരുന്നത്. അരിയ എന്നുള്ള വാക്ക് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി പിന്നീട് അത് മഹായാനക്കാർ മാത്രം അവരുടെ സ്വന്തമാക്കി. കാരണം മറ്റൊരു ധാര ഇന്ത്യയിൽ ഇല്ലാണ്ടായിപ്പോയി. മറ്റേ ഒറിജിനൽ ധമ്മയുടെ ധാര തന്നെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. മഹായാന മാത്രമായിട്ട് ഇന്ത്യയിൽ അവശേഷിച്ചു. അത് പിന്നീട് തന്ത്രയാനവും വജ്രയാനവും മന്ത്രയാനവും താന്ത്രികവും ഒക്കെ ആയിട്ട് മാറി അതിനെ പല മോഡിഫിക്കേഷൻസ് വന്നു. അത് പഠിപ്പിക്കുന്ന ബ്രാഹ്മണിക് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രമായിട്ടുള്ള ഒരു സംഗതിയായത് മാറി. അത് കഴിഞ്ഞപ്പോൾ അവർ സ്വയം അത് അര്യൻ എന്നുള്ള പേരെടുത്തു. അത് പിന്നെ അവർ ആര്യൻ എന്നുള്ള വാക്കായി അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അവരുടെ ഒരു പേരാക്കി അത് മാറി. അതിന് പിന്നീട് ശേഷം അത് മാക്സ് മുള്ളർ അത് ജർമ്മനിയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആര്യൻ എന്നുള്ള ഒരു റേസ് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു വളരെ വളരെ എന്താ പറയുക എലീറ്റ് ആയിട്ടുള്ള ഒരു റേസാണ് അവർ ആര്യൻസ് എന്ന് പറയുന്നു. അങ്ങനെ ആ പേര് അങ്ങനെ ഒരു എന്താ പറയുക റേഷ്യൽ സുപ്രീമസിക്ക് പറ്റിയ പേരാണെന്ന് കണ്ടിട്ട് ഹിറ്റ്ലർ ആ ഒരു പേരെടുക്കുന്നു. അതിനുശേഷം ആ ഒരു സിമ്പലും ഇന്ത്യ എന്നത് എടുക്കുന്നു. അങ്ങനെയാണ് ആ സിമ്പല് പിന്നീട് ഒരു എന്താ പറയുക നരഹത്യയുടെയും ഫാസിസത്തിന്റെയും ഒക്കെ ഒരു സിമ്പലായി മാറുന്നത്. ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥത്തിലേക്ക് അത് പോയത്. ഇപ്പൊ അത് വെറുക്കപ്പെട്ട ഒരു സിമ്പൽ പോലെ ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അതിന്റെ തുടക്കം. സാറേ, ഞാൻ വികാസാണ്. വികാസേ പറ. സാറേ, ത്രിശൂലത്തിന്റെ കോൺസെപ്റ്റ് എന്തുവായിരുന്നു ബുദ്ധിസത്തിലെ? ബുദ്ധിസത്തിന് ത്രിശൂലമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ല, അതിൽ നിന്ന് പറയുന്നത് ബുദ്ധം സംഘം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ശൂലമല്ല. അതായത് ഇപ്പൊ സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം. ശൂലം എന്ന് പറയുന്നത് ഒരാളെ കൊല്ലാനോ അയാളെ കഴിവിലേറ്റാനോ ഒക്കെയാണ് ഉപയോഗിക്കുന്ന സാധനം. അതിന് എന്തായാലും ഒരു പോയിന്റ് സിംഗിൾ പോയിന്റഡ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംഗതി അകത്തേക്ക് കയറത്തുള്ളൂ, ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറത്തുള്ളൂ. 3 തലയുള്ള ഒരു ആയുധം കൊണ്ട് ഒരിക്കലും
പൂർണ്ണമായിട്ട് ഒരാളെ അകത്തേക്ക് ഇത് കയറത്തില്ല. എവിടെയെങ്കിലും ഉടക്കും. നെഞ്ചത്ത് കുത്തിയാലും നെഞ്ചിന്റെ എവിടെയുള്ള വാരിയില്ലെങ്കിലും ഉടക്കും. ശരിക്കും ഒറ്റ പോയിന്റാണ്. അത് ഒരു ശൂലമെങ്കിൽ കുന്തമെങ്കിൽ അത് കുത്താൻ ഏറ്റവും നല്ലത്. അമ്പ് ചെയ്യുമ്പോഴും ഒക്കെ അതിനകത്ത് അമ്പിന്റെ ഒക്കെ 1 പോയിന്റഡ്നെസ് ആണ്. 3 എണ്ണം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും അകത്തോട്ട് കൃത്യമായിട്ട് കയറില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ത്രിശൂലത്തിന് എങ്ങനെയാണ് ഷേപ്പ് പോകുന്നത്? അപ്പൊ നമ്മളെ ത്രിശൂലത്തെ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അഗ്രത്തിലുള്ളത് ഒരു പ്രത്യേക രീതിയിൽ, അതായത് 3 അല്ലെങ്കിൽ ധ എന്ന് പറയുന്ന ഒരു അക്ഷരം തിരിച്ചിട്ട പോലെയാണ്. എന്നിട്ട് നടുക്കൂടെയാണ് അതിന്റെ കുന്തം മുന പോകുന്നത്. ഇത് ഒരു കാലത്ത് ആൾക്കാരെ കഴിവിലേറ്റുന്ന, അല്ലെങ്കിൽ അത് ചിത്രവധം എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതിയുണ്ട്. അതായത് ശൂലാഗ്രഹത്തിൽ ഇരുത്തി കൊല്ലുന്ന ഒരു പരിപാടി. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു എന്താ പറയാ, ആ ഇരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ആസനമാണ് അതിനകത്ത് കാണുന്നത്. നടുക്കൂടെയാണ് അത് പോകുന്നത്, അകത്തേക്ക് കയറുന്നത്. ശൂലാഗ്രഹത്തിൽ ഇരുത്തി കൊല്ലുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. നമ്മുടെ ആലുവയിലെ നമ്മളിപ്പോൾ ബലിയിടുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ആലവായ എന്നാണ് പറയപ്പെടുന്നത്. ആലവായ എന്ന് പറയുമ്പോൾ ശൂലാഗ്രഹത്തിൽ ഇരുത്തിയാണ് അന്ന് അവിടെ ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്നത്. ആരെയാണ് കൊന്നുകൊണ്ടിരുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ നടന്നിട്ടുള്ളത് ഥേരവാദ അല്ലെങ്കിൽ ആദ്യത്തെ ബുദ്ധന്റെ ധമ്മം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഭിക്ഷുക്കളെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൊന്നൊടുക്കിയിട്ടുള്ളത്. അതൊരു നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന കൊലപാതകങ്ങളായിരുന്നു, കൂട്ടക്കൊലകളായിരുന്നു. ലോകത്തിൽ ഇതുവരെ അതിനുള്ള ഒരു സമാനതയില്ല എന്നാ പറയുന്നത്. ലോകത്തിൽ പല പല കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. റുവാണ്ടൻ കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്, സെർബിയയിലും അവിടെയും ബോസ്നിയയിലും ജർമ്മനിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഭിക്ഷുക്കളെ കൊന്നതാണ്. മഹായാനയല്ല, ഥേരവാദ ഭിക്ഷുക്കൾ. അങ്ങനെയാണ് ഇന്ത്യയിൽ ബുദ്ധമതം നശിക്കുന്നതിനകത്ത്, ഫിസിക്കലായിട്ട് അവരെ നശിപ്പിക്കുന്നതിനകത്ത് ഒരു കാരണമായിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിൽ മാത്രം, ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ ധമ്മയും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് പിറന്നു വീണ മണ്ണിൽ അത് ഇല്ലാണ്ടായിപ്പോയത്. അതുപോലെ തന്നെ അവർ പലരും പലായനം ചെയ്ത് പല രാജ്യങ്ങളിലേക്ക്, ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് പോയി ഇവിടെ ഉള്ളവർ മരിച്ചു വീഴുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ മധുരയിലെ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഉള്ള എല്ലാ വാതിലുകളിലും കവാടങ്ങളിലും ഇതുപോലെ കഴുവേറ്റി തിരുവിഴ എന്ന് പറയുന്ന ഒരു ഉത്സവം തന്നെ നടത്താറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. സംബന്ധമൂർത്തി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ കഴുവേറ്റി തിരുവിഴ. അത്തരം ക്രൂരകൃത്യങ്ങൾ വളരെയേറെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ചില അവശിഷ്ടങ്ങളാണ് ഇപ്പോഴത്തെ ഈ ശൂലം കുത്തി ആൾക്കാരെ കവളിക്കൂടെ ശൂലം കുത്തുന്നതും ഗരുഡൻ തൂക്കൊന്നും പറഞ്ഞ് നമ്മുടെ നട്ടലിന്റെ അവിടെ ഇങ്ങനെ തുളച്ചിടുന്നതും, ഇതൊക്കെ കിരാതമായ എന്താ പറയാ ഈ ശിക്ഷാ നടപടികളുടെ ഭാഗമായിരുന്നു. ഇപ്പോഴും ചിത്രവധം എന്നൊക്കെ പറയുന്ന ചിത്രവധ കൂടൊക്കെ ഇപ്പോഴും നമുക്ക് കിട്ടാനുണ്ട്. നമ്മുടെ മ്യൂസിയത്തിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ആൾക്കാരെ കുന്തത്തിൽ കോർത്തങ്ങ് ഇരുത്തുക, ഇരിക്കുന്ന ഇരിപ്പിൽ കുന്തത്തെ കോർത്ത് അവിടെ ഇരുത്തി അവിടെ രക്തം വാർന്നവർ മരിക്കുകയാണ്. അപ്പം അതിനെയൊക്കെ കാണിക്കുന്ന ഒരു സിമ്പലാണ് ഈ തൃശൂലം എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ആസനം പോലുള്ളത് കാണിച്ചിട്ട് നടുക്കൂടെയാണ് ആ കുന്തം കയറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു ഷേപ്പ്. അല്ലാതെ ഒരു സാധാരണ കുന്തത്തിന് ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. 3 പോയിന്റ് കൊണ്ട് ഒരിക്കലും ഒരാളെ കുന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സാറെ, കൊച്ചിയിലെ ആ ഹിൽ പാലസിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു ചിത്രത്തിന്റെ. നമ്മുടെ മണ്ണടിയിൽ അവിടെ എങ്ങാണ്ടും ഉണ്ട്. അവിടുത്തെ അത് മഹേഷൊക്കെ പോയപ്പോഴത്തേക്ക് അവിടെ അത് കണ്ടിട്ടുണ്ട്, ചിത്രവധ കൂടൊക്കെ കണ്ടിട്ടുണ്ട്. ഇരുമ്പ് കൂടിനകത്തോട്ട് ആളെ ബന്ധിച്ച് നിർത്തിയിട്ടാണ് ഈ ശൂലം കയറ്റുന്നതൊക്കെ. അങ്ങനത്തേക്കുള്ള വളരെ കിരാതമായിട്ടുള്ള ശിക്ഷാ നടപടികൾ നമ്മുടെ ഈ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മനുസ്മൃതി കാലത്താണ് അത്തരം ശിക്ഷകൾ കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. പറഞ്ഞു വന്നപ്പോൾ ഇച്ചിരി ഒന്ന് സബ്ജക്റ്റിൽ നിന്ന് മാറി, അത് ആ ചോദ്യം വന്നതുകൊണ്ടാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും പറയാം. അറിവുകളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. പിന്നെ മെഡിറ്റേഷൻ, നിങ്ങൾ ആ 9ാമത്തെ സെഷനിലുള്ള ആ മെഡിറ്റേഷൻ തന്നെ ഈ ആഴ്ച ഇവിടെ കണ്ടിന്യൂ ചെയ്യുക. തിങ്കളാഴ്ച മുതൽ നമുക്ക് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഒന്നുമല്ല, അതിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഒന്നും കൂടെ ഡീപ്പായിട്ട് ബോഡിക്കുള്ളിലെ
സെൻസേഷൻസും കൂടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് എത്ര കോൺസെൻട്രേഷൻ എത്രത്തോളം ആയിട്ടുണ്ടെന്നതിനെ ആശ്രയിച്ചിരിക്കും, നമുക്കത് സെൻസ് ചെയ്യുകയും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. മഹേഷ്, ചിത്രവാദത്തിനെ പറ്റി എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ചിത്രവധം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാര് നടപ്പിലാക്കിയ ഒരു ശിക്ഷാരീതിയാണ്. പക്ഷെ അത് മനുസ്മൃതി അനുശാസിക്കുന്ന ഒരു ശിക്ഷാരീതിയാണ് ചിത്രവധം. തിരുവിതാംകൂർ രാജാക്കന്മാര് അത് ഹിന്ദു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ശിക്ഷ ചിത്രവധം ആക്കി. പക്ഷെ അവർ മറ്റ് സ്റ്റേറ്റ്, ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചിത്രവധം പണലാമ എന്നൊക്കെ ചോദിക്കും. പക്ഷെ തിരുവിതാംകൂറിലാണ് ശരിക്കും ചിത്രവധം വളരെ ക്രൂരമായിട്ട് അവർ നടപ്പിലാക്കിയത്. അതായത് ചിത്രവധ കൂടുണ്ടാക്കി ആ കൂട്ടിനകത്ത് മനുഷ്യനെ കയറ്റി ബന്ധിച്ചിട്ട് അവന്റെ ഗുദഭാഗത്തിൽ കൂടി ചെത്തി കൂർപ്പിച്ച അലകോ അല്ലെന്നുണ്ടെങ്കിൽ പഴുപ്പിച്ച കമ്പിയോ കയറ്റിയിട്ട് ഈ കഴുത്തിന്റെ ആ ഭാഗത്ത് വന്നിറങ്ങുന്ന തരത്തിൽ അടിച്ചു കയറ്റി വെക്കും. അടിച്ചു കയറ്റി വെച്ചിട്ട് ഏറ്റവും ഉയരത്തിലുള്ളൊരു വനത്തോടും നാട്ടുഭാഗത്തോടും ചേർന്ന വനാന്തര ഭാഗത്തോട് ചേർന്ന ഏതെങ്കിലും ഉയർന്ന മരത്തിൽ കെട്ടിത്തൂക്കിയിടും. അതായത് നാട്ടുകാർക്ക് കാണുകയും ചെയ്യണം, വന്യജീവികൾക്ക് വന്ന് കൊത്തിപ്പറിച്ച് തിന്നുകയും എടുക്കുകയൊക്കെ ചെയ്യത്തക്ക തരത്തിലുള്ള വളരെ ക്രൂരമായ ഒരു ശിക്ഷ. അതിനകത്ത് എണ്ണ കൂടി ഒഴിച്ച് ഇടും, കാരണം നീറുകൾ വന്ന് കടിക്കാൻ വേണ്ടി. അപ്പോൾ ദിവസങ്ങൾ എടുത്തിട്ടാണ്, ഒരു 8-10 ദിവസം കൊണ്ടൊക്കെയാണ് ഒരാൾ മരിക്കുക. അത്ര ക്രൂരമായ ശിക്ഷയായിരുന്നു അത്. ലോകത്തൊരിടത്തും ഇത്ര ക്രൂരമായ ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല, ഇവിടെയാണ് അത് ചെയ്തത്. സാർ, മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഇതെന്താ ഇല്ലാതിരുന്നത്? ഓരോ സംസ്ഥാനത്തും ഓരോ സ്ഥലങ്ങളിലും അവിടുത്തേതായിട്ടുള്ള രീതിയിൽ ശിക്ഷകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് 1-2 ശിക്ഷകൾ. ഒന്ന്, തറയിൽ ബന്ധിച്ചെടുത്തിട്ട് ആനയെ കൊണ്ട് തല ചവിട്ടി പൊട്ടിക്കുന്ന ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കൈകളും കാലുകളും, ഒരു കൈയും ഒരു കാലും ഒരു കുതിരയായിട്ട് ബന്ധിച്ച് മറ്റേ കൈയും മറ്റേ കാലും മറ്റൊരു കുതിരയായിട്ട് ബന്ധിച്ചിട്ട് ഈ 2 കുതിരകളെയും 2 വശത്തേക്കായിട്ട് അടിച്ചു ഓടിക്കുമ്പോൾ ശരീരം വിണ്ട് കീറിപ്പോയി മരിക്കുന്ന ശിക്ഷകളാണ്. അങ്ങനത്തെ വളരെ പ്രാകൃതമായ കിരാതമായ ശിക്ഷകളെല്ലാം പലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സെമിറ്റിക് സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കുരിശിൽ ആണി അടിച്ച് തറച്ച് അവിടെ ഇടുക എന്ന് പറയുമ്പോഴും കൊല്ലൽ തന്നെയാണത്. അതുമൊക്കെ ശിക്ഷയാണ്, രക്തം വാർന്ന് മരിക്കലാണ്. അപ്പൊ അങ്ങനത്തെയുള്ള കിരാതമായ ശിക്ഷകളെല്ലാം നമ്മുടെ പല സ്ഥലങ്ങളിലും പല രീതിയിലും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് തല മാത്രം പുറത്ത് ഇട്ടിട്ട് അത് വന്ന് ചവിട്ടിത്തെറിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ശിക്ഷകൾ നടന്നിട്ടുണ്ട്. മനുസ്മൃതിയുടെ കാലത്തെ ശിക്ഷകളെ പറ്റി അതൊരു ടെററാണ്. അത് ടെറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ക്രൂരതയുടെ, എന്താ പറയാ, നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ക്രൂരതകളുടെ ഒരു കാലമാണ് മനുസ്മൃതി കാലം. അതുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം ഇത്രയും പേടിച്ച് അനുസരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും പേടിക്കുന്ന ഒരു അവസരത്തിലേക്കും ആ ഒരു രീതിയിലേക്ക് എല്ലാം മാറിയത്. അത് മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷകൾ. ഇവര് ശരിക്കും ഭയമുള്ളവരായിരുന്നു. ഈ ബ്രാഹ്മൺസ് ശരിക്കും ഭയമുള്ളവരായിരുന്നു. അവരുടെ ഭയം കൊണ്ടാണ് അവർ ഇത്രയും ക്രൂരമായ ശിക്ഷകൾ. കാരണം മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് ഇവർ ഇങ്ങനെ ചെയ്തത്. ഇന്ത്യയുടെ ശ്രമണ സംസ്കാരത്തിനകത്തും സൈന്ധവ സംസ്കാരത്തിനകത്തും വിഭവങ്ങൾ സമൃദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ തമ്മിൽ സമാധാനപരമായ ഒരു ജീവിതവും അത്തരം രീതിയിലുള്ള സംസ്കാരവും അത്തരം രീതിയിലുള്ള ദർശനങ്ങളും ഉണ്ടായിരുന്നത്. ഈ കൊന്നു തീർക്കുന്ന പരിപാടിയൊന്നും ഇന്ത്യയുടെ ഈ പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞ ദർശനങ്ങളൊന്നും തന്നെ കൊലപാതകം കൊണ്ടല്ല സമാധാനം ഉണ്ടാക്കുന്നത്. അതിപ്പം ബൗദ്ധമായാലും ജൈനമായാലും ചാർവാകമായാലും സാഖ്യമായാലും യോഗമായാലും ഇതൊന്നും, അജീവകമായാലും ഇതൊന്നും ആൾക്കാരെ കൊന്നിട്ട് സമാധാനം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമല്ല. എന്തിനെങ്കിലും കൊന്നിട്ടല്ല ഒന്നാണ്. പക്ഷേ വേദങ്ങൾ വരുമ്പോൾ പിന്നെ അവിടെ മുഴുവൻ കൊലപാതകവും യാഗവും യജ്ഞവും ബലിയും സാക്രിഫൈസും അതൊക്കെ സെമിറ്റിക് കൾച്ചറാണ്. ഈ നമ്മൾക്ക് ബക്രീദ് പോലും സെമിറ്റിക് കൾച്ചറാണ്. ആടുകളെ കൊന്ന് ദൈവത്തിന് ബലി കൊടുത്ത് അർപ്പിച്ച് അതിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക എന്ന് പറയുന്നത് അതൊക്കെ നമ്മളുടെ സിസ്റ്റം അല്ലത്, ഇന്ത്യൻ സിസ്റ്റം അല്ല. ഇനി ആഹാരത്തിന് വേണ്ടി കൊല്ലും എന്ന് പറഞ്ഞല്ലാതെ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ കൊല്ലത്തില്ല. അത് തന്നെയാണ് ബുദ്ധനും പറഞ്ഞത്. നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി വേണമെങ്കിൽ ഭക്ഷിച്ചോ, അല്ലാതെ ദൈവത്തിന് കൊടുക്കുമെന്നും പറഞ്ഞ് ഇതിനെ ഈ പശുവിനെയും കുതിരകളെയും മനുഷ്യനെ ഒന്നും കൊല്ലുന്നതിനകത്ത് അർത്ഥമില്ല എന്ന് പറഞ്ഞത്.
അങ്ങനെയൊന്നും ഒരു ദൈവം മുകളിൽ നമ്മുടെ ചോര കുടിക്കാനായിട്ട് അവിടെ ആരും ഇരിപ്പില്ല. പക്ഷെ പിന്നീട് ഇങ്ങോട്ടുണ്ടായ എല്ലാ ഈ പറയുന്ന ദശാവതാരങ്ങളെല്ലാം കൊന്നാണ് ധർമ്മം സംസ്ഥാപിക്കുന്നതെന്നാ പറയുന്നത്. കൊല്ലനാണ് പിന്നെ എന്തിനാ ആദ്യമേ സൃഷ്ടിക്കുന്നത്? ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പിന്നീട് ഒരു സംഭവം മറ്റൊന്ന്, എല്ലാ ദൈവങ്ങളുടെയും കയ്യിൽ അന്നത്തെ എല്ലാ മാരകായുധങ്ങളും, അന്ന് അറിയപ്പെടുന്ന എല്ലാ മാരകായുധങ്ങളും ഉണ്ട്. ഇതെല്ലാം മനുഷ്യനെ പേടിപ്പിക്കാനാണ്. നാക്കും എല്ലാം തുറിച്ച് ഇങ്ങനെ കണ്ണുമൊക്കെ കാണിച്ച് ചോരയും അതും എല്ലാം കൂടെയാണ്. അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയാണ്, പേടിപ്പിച്ച്. ഇതല്ല ശരിയായ ഒരു ആത്മീയത എന്ന് പറയുന്നത്. ഇങ്ങനെയൊന്നും അല്ല മനുഷ്യനൊരു പുരോഗതിയിലേക്ക് പോവുകയും മനുഷ്യന്റെ മനസ്സിൻ്റെതായ മാനസികമായ ഒരു എന്താ പറയാ, ഒരു ഉത്കൃഷ്ടതയും ഒരു നല്ല ജീവിതവും നല്ല അന്തരീക്ഷവും ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല. ഒരു കൊലപാതകത്തിന്റെ സീൻ അല്ലെങ്കിൽ ആ ഒരു കാണുമ്പം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ല, അസുഖകരമായ ഒരു ഫീലിംഗ് ആണ്. അത് അസുഖകരമായ ചിന്തയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അസുഖകരമായ ചിന്ത അസുഖമായ റെസ്പോൺസ് ആണ് ഉണ്ടാക്കുന്നത്. അതൊരു ജനതയ്ക്ക് ഉള്ളിൽ കൊടുക്കുന്ന വൈബ് എന്താണ്? സമൂഹത്തിന് കൊടുക്കുന്ന വൈബ് എന്താണ്? ഒരിക്കലും നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ആ രീതിയിലുള്ള സങ്കല്പങ്ങളൊന്നും പര്യാപ്തമാവുകയില്ല. ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂഷണം ചെയ്യുക. ഇതൊരു നല്ലൊരു സമൂഹത്തിന് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? ഓരോരുത്തരും ഡിവൈഡഡ് ആണ്, ഓരോ ജാതി, ഓരോ സെപ്പറേറ്റ് ആണ്, എല്ലാം സെപ്പറേറ്റ് ആണ്. എല്ലാവരും മറ്റൊരു ഇതിനെ എങ്ങനെ ചവിട്ടി താഴ്ത്താം അല്ലെങ്കിൽ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ജനത എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നന്നാകാൻ പോകുന്നത്? ഒരു രാജ്യത്തെ ജനങ്ങൾ കൊഹസീവായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഹാർമോണിയസ് ആയിട്ട് ചിന്തിക്കുകയും ഹാർമോണിയസ് ആയിട്ട് അവരുടേതായിട്ടുള്ള കപ്പാസിറ്റീസ്, കേപ്പബിലിറ്റീസ്, അവരുടെ കഴിവുകൾ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രമല്ല ഒരു രാജ്യം വികസിക്കുകയുള്ളൂ, നന്നാവുകയുള്ളൂ. ഒരു നല്ല കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുന്നില്ലല്ലോ, ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവുന്നില്ലല്ലോ. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒളിമ്പിക്സിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു സ്ഥലത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഈ അന്ധവിശ്വാസങ്ങളിൽ ജടിലമായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും കൂടിക്കൂടി വരുന്നതല്ലാതെ മനുഷ്യന് പ്രയോജനകരമായ എന്ത് കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്? കുംഭമേള പോലെ ഒരു സാധനത്തിന് 7500 കോടി രൂപ മുടക്കി എന്ത് പ്രയോജനമാണ് മനുഷ്യരാശിക്ക് ഉണ്ടായിട്ടുള്ളത് അവിടുന്ന്? ഒരു രാജ്യം അപ്പാടെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം അപ്പാടെ എന്താ പറയാ, പുറകോട്ടാണ് പോകുന്നത്. നമ്മളത് കാണുന്നു, പുറത്തിരുന്നാലും നമ്മളത് കാണുന്നത് കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മയക്കുമരുന്നും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു വശത്തൂടെ അത് പിന്നെയും വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇത്തരം ഒരു മൂവ്മെന്റ്, ഒരു സംരംഭം തുടങ്ങുന്നത്. പക്ഷെ വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഇത് കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എപ്പോഴെങ്കിലും അത് പിന്നീട് ആൾക്കാരിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. അതുപോലെ സാറേ, ഈ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത്, ഇത് ഈ ഗ്ലാനി ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവതരിക്കാത്തത്? എന്തൊരു ചോദ്യം! അതാണ് ഈ കൽക്കി എന്ന് പറയുന്ന ലാസ്റ്റത്തേക്ക് ഒരെണ്ണത്തിനെ വെച്ചിരിക്കുന്നത്. കൽക്കിയാണ്, നാളത്തേതെന്ന്. കൽ എന്ന് പറഞ്ഞാൽ നാളെ, കി നാളത്തേത്. അത് എപ്പോ എത്തും എന്ന് പറയണ്ടല്ലോ, സമയം പറയണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട്. നാളെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് വരും. ഫ്യൂച്ചറിന് വിട്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കൽക്കി പേരൊന്നും അല്ലത്. കൽക്കിയാണ്, നാളത്തേതാണ്. ഈ കൊലപാതകവും കൊന്നു തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നും ഒരു നല്ല സമൂഹത്തിന് ചേർന്ന മാർഗനിർദ്ദേശങ്ങളല്ല, ധാർമ്മികതയല്ല. സാറേ, നല്ല ദർശനം എന്ന് പറയുമ്പം അമ്പയ്യാർജുന അമ്മാവന്റെ നെഞ്ചത്തേക്ക് എന്നിട്ട് സംഭവാമി എന്ന് പറഞ്ഞ അത് കറക്റ്റ് ആയില്ലേ? സാറെ, കഴിഞ്ഞ ദിവസം പേപ്പറിലേ നമ്മുടെ ആരാണ് UDF ആളുണ്ടല്ലോ, രമേശ് ചെന്നിത്തല,
ആ പുള്ളിയുടെ ഒരു പ്രസ്താവന വലിയ ഹെഡിങ് പോലെ വന്നായിരുന്നു. ഇപ്പം ആ ഒരു അഞ്ചു പേരെ കൊന്നില്ലേ. ആ അപ്പോ ഇവിടെ എന്തോ പ്രോഗ്രാമിന് പുള്ളി ചെന്നപ്പം അതിൽ നിന്നൊക്കെ ഒരു പ്രതിവിധിയായിട്ട് നമ്മുടെ മക്കളെ എല്ലാം നല്ല വിശ്വാസികളായിട്ട് വളർത്തണം, അതാണ് ഹെഡിങ് പേപ്പറിൽ വന്നത്. പോകുന്നതാ പറഞ്ഞ ആൾക്കാർക്ക് അറിയാവുന്ന അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ടാണ് അവർ ഈ ഉപായങ്ങളും എന്താ പറയുക സൊല്യൂഷൻസും ഒക്കെ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെയൊന്നും അല്ല സൊല്യൂഷൻ കിടക്കുന്നത്, പുറത്തല്ല സൊല്യൂഷൻ കിടക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ് സൊല്യൂഷൻ കിടക്കുന്നത്. അത് നോക്കാത്തടത്തോളം കാലം ആൾക്കാർ ഇതുപോലത്തെ ഓരോരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വന്നവർക്കും അഭിപ്രായം പറഞ്ഞവർക്കും ആശയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തവർക്കും ഇതോട് സഹകരിക്കുന്നവർക്കും എല്ലാം ഒത്തിരി ഒത്തിരി നന്ദി. മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, എത്തിക്കുക. ഇതെന്തായാലും റെക്കോർഡഡ് ആണ്, ഇത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സെഷൻ 9 മെഡിറ്റേഷൻ ടെക്നിക്ക് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. തിങ്കളാഴ്ച മുതൽ നമ്മൾ മെഡിറ്റേഷനകത്ത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു സർ. താങ്ക് യു സർ.